സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജിന് പുറമെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും CPI നേതാക്കളുടെയും ഉറക്കം കെടുത്തിക്കൊണ്ടിതാ രംഗത്തെത്തിയിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ MLA. വീണ വിജയൻ നടത്തിയത് കള്ളപ്പണം വെളുപ്പിക്കൽ ശ്രമം തന്നെയാണെന്നും എന്തിന് CMRL വീണ വിജയന് പണം നൽകി എന്നന്വേഷിച്ചാൽ പ്രതിയാക്കുക സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെയാകുമെന്നും മാസപ്പടി കേസിൽ വെടിപൊട്ടിച്ചിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ. അങ്ങനെ ഒരു ഭാഗത്തു നിന്നും മാത്യു കുഴൽനാടൻ തുടങ്ങിയിരിക്കുന്നു കാര്യങ്ങൾ. മാസപ്പടി വിവാദത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ വെള്ളിയാഴ്ച ED ചോദ്യം ചെയ്യാനിരിക്കെയാണ് അതീവ നിർണായകമായ ആരോപണങ്ങൾ ഉയർത്തി മാത്യു കുഴൽനാടൻ MLA രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു സേവനവും നൽകാതെ CMRL എന്ന കരിമണൽ കമ്പനിയിൽ നിന്നും വീണ വിജയൻ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയത് കള്ളപ്പണം വെളുപ്പിക്കാൻ തന്നെയെന്ന് അടിവരയിട്ട് പറയുകയാണ് മാത്യു കുഴൽനാടൻ. വീണ വിജയനിൽ നിന്നും CMRLന് ഒരു സേവനം കിട്ടിയിട്ടില്ലെന്ന് അവർ തന്നെ കോടതിയിൽ സമ്മതിച്ചു കഴിഞ്ഞു. എന്നാൽ കമ്പനിക്ക് യഥാർത്ഥ പ്രയോജനം ലഭിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിന്നാണെന്ന് തുടരന്വേഷണത്തിൽ വ്യക്തമാകുമെന്നും കുഴൽനാടൻ ചൂണ്ടിക്കാട്ടുന്നു. ഇനി നോക്കാം എങ്ങനെയാണ് മുൻ മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ CMRL കമ്പനിക്ക് വഴിവിട്ട സഹായങ്ങൾ നൽകിയതെന്ന്. കുഴൽനാടൻ ആരോപിക്കുന്നത് ഇങ്ങനെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെയും സുപ്രീം കോടതിയുടെയും നിർദ്ദേശമുണ്ടായിട്ടും CMRLൻ്റെ കരിമണൽ ലീസ് റദ്ദാക്കാതിരുന്നത് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ശക്തമായ ഇടപെടൽ കാരണം. 2. മൈനിങ് ലൈസൻസ് ഇല്ലാതെ തന്നെ കരിമണലെടുക്കാൻ സൗകര്യമൊരുക്കി കൊടുത്തു. ഇതിനായി മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയെ ദുരുപയോഗം ചെയ്ത് മൈനിങ് പെർമിഷൻ നൽകി എന്ന് അടുത്ത ആരോപണം. ഇനി 3. ലാൻഡ് സീലിംഗ് പരിധി ലംഘിച്ച് ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ 60 ഏക്കറോളം ഭൂമി കൈവശം വയ്ക്കാൻ CMRL കമ്പനിയെ ഇപ്പോഴും സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും വലിയ സേവനം തന്നെയാണ്. ഒരു കാര്യവുമില്ലാതെ ആർക്കും കോടിക്കണക്കിന് രൂപ നൽകാറില്ല. ബാങ്ക് മുഖേന പണം വാങ്ങി അത് നിയമപരമായ വരുമാനമെന്ന് വരുത്തി തീർക്കാനുള്ള അതിബുദ്ധിയാണ് വീണ വിജയൻ കാട്ടിയത്. പക്ഷേ ഇത് ED കൃത്യമായി പൊളിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇത് EDയുടെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ EDക്ക് വീണ വിജയനെയും CMRL അധികൃതരെയും ഒക്കെ വിളിച്ചു വരുത്തി സമൻസ് അയച്ചു കൊടുത്ത് ചോദ്യം ചെയ്യാനൊക്കെ വ്യക്തമായ അധികാരവും അവകാശവുമുണ്ട്. നിർണായകമായ തെളിവുകളാണ് EDയുടെ പക്കൽ ലഭിച്ചിരിക്കുന്നത്. വീണ വിജയൻ നടത്തിയത് കള്ളപ്പണം വെളുപ്പിക്കൽ തന്നെയാണെന്നും ഏറ്റവും ഒടുവിൽ പ്രതിപ്പട്ടിയിലേക്ക് എത്തുക അന്നത്തെ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തന്നെയാകുമെന്ന് വ്യക്തമായ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ MLA. വിവാദമായ CMRL എക്സാലോജിക് മാസപ്പടി ഇടപാട് കേസിൽ വീണ വിജയന് എൻഫോഴ്സ്മെൻറ്റ് നോട്ടീസ് അയച്ചത് വെള്ളിയാഴ്ച കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാൻ വേണ്ടിയാണ്. ഈ കേസിൽ ഇതാദ്യമായാണ് വീണ വിജയനെ വിശദമായി ചോദ്യം ചെയ്യാൻ ED വിളിച്ചു വരുത്തുന്നതും. നേരത്തെ വീട്ടിൽ നടന്ന റെയ്ഡിനിടെ ചില കാര്യങ്ങൾ ചോദിച്ചെങ്കിലും വീണ നൽകിയ മറുപടിയിൽ വ്യക്തതയില്ലെന്ന നിഗമനത്തിലാണ് ED ഉദ്യോഗസ്ഥരെത്തിയത്. ഇതോടെയാണ് കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യാനുള്ള തീരുമാനം. വീണ വിജയൻ ഉൾപ്പെടെ മറ്റ് 8 പേർക്ക് കൂടി ഹാജരാകാനായി നോട്ടീസ് അയച്ചിട്ടുണ്ട്. വീണ വിജയൻ്റെ ഫോണടക്കം പരിശോധിക്കും. കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ 12 ഇടങ്ങളിലാണ് ഒരേ സമയം ED റെയ്ഡ് നടത്തിയത്. റെയ്ഡിൽ വീണ വിജയൻ്റെ ഫോൺ പിടിച്ചെടുക്കുകയും ബാങ്ക് രേഖകൾ പരിശോധിക്കുകയും ചെയ്തു. സേവനം നൽകാതെ പണം കൈപ്പറ്റിയെന്ന ആദായ നികുതി വകുപ്പിൻ്റെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെയും കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ED അന്വേഷണം തുടങ്ങുന്നത്. വീണയുടെ വിദേശ അക്കൗണ്ടുകൾ, ലോക്കറുകൾ എന്നിവ സംബന്ധിച്ചും ED സമാന്തരമായ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു.